ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൈpunyam. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മുട്ട വെച്ചുള്ള ഒരു വെറൈറ്റി ഡിഷാണ്. വളരെ സിമ്പിളാണ്, നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു 2 മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ, പിന്നെ ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞത്, പിന്നെ മല്ലിയില, ഒരു പച്ചമുളക് അരിഞ്ഞത്, ഒരു 3-4 വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്. ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നതിനെ പറ്റി ഒന്നുമില്ല. മുട്ട ഇടുമ്പോൾ എണ്ണ വന്ന് ശരിയായിട്ട് കറക്റ്റായിട്ട് വരും. എണ്ണ നല്ല ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഒന്ന് നല്ല മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നല്ല എണ്ണയിൽ കിടന്ന് മൂത്ത് അതിൻ്റെ പച്ച മണമെല്ലാം ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കണം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോയുടെ താഴെ ഒരു റെഡ് കളർ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യണം. പിന്നെ അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നല്ല ഒന്ന് വഴറ്റണം. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഇതെല്ലാം ഒന്ന് നല്ല ചുമന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 1/2 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഗരം മസാലയുടെ കൂടെ ഞാൻ മഞ്ഞളും ചേർത്ത് പൊടിച്ചിട്ടുണ്ട്. അതെല്ലാം നല്ല ഒന്ന് മിക്സായി വഴണ്ട് വരുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുട്ട എടുത്തടിച്ച് ഇതിലോട്ട് ചേർക്കണം. ചേർത്ത് നല്ല ഒന്ന് നല്ല ഇളക്കി കൊടുക്കണം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ വീഡിയോസ് എല്ലാം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു 1/2 സ്പൂണും കുരുമുളകും ജീരകവും ചേർത്ത് കൊടുക്കണം. പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. ചേർത്ത് നല്ല ഇളക്കിയെടുത്താൽ സൂപ്പറായിട്ടുള്ള ഒരു മുട്ട റെസിപ്പി തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. അഭിപ്രായം പറയണം. താങ്ക് യു.